ഇൻസുലിൻ അല്ലാതെ ഒന്നും തന്നെ നിലനിൽക്കൂല ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക്. ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങളുടെ പൊടി കഴിക്കൂ, ഇവിടെ വന്ന 2 വയസ്സുള്ള കുട്ടിയുടെ ഷുഗർ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ലഡു കഴിച്ചുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാം, നിങ്ങൾ ഇഷ്ടത്തിന് ഫുഡ് കഴിച്ച് കൺട്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ കണ്ണൂരിന് ഒരു സ്ഥാപനമുണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് ക്യൂർ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പരസ്യമൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതുപോലെ അമ്പലത്തിൽ പോയാൽ അവിടുന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഡയബറ്റീസ് മാറിയിട്ടുണ്ടെന്നുള്ള പരസ്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തട്ടിപ്പാണ്. ഈ ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ നോർമൽ റേഞ്ചിലേക്ക് തന്നെ വരും. ടൈപ്പ് 1 ലൈഫ് ലോങ് ഇൻസുലിൻ വെക്കേണ്ടി വരും. ടൈപ്പ് 2 ആണെങ്കിൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ അവർക്കത് റെമിഷനിലേക്ക് വരെ എത്തിക്കാൻ പറ്റും. അത് ഓരോരുത്തരെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. ആ ലെവൽസും അവരെ ഹാബിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടൈപ്പ് 2 കേസിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഡയഗ്നോസ് ചെയ്ത ആ സമയം മുതൽ എത്ര കൺട്രോളിൽ നിങ്ങൾ പോകുന്നോ അത്രയും ക്വാളിറ്റി നിങ്ങളെ ഹെൽത്തിനുണ്ടാകും. ഈ ടൈപ്പ് 1 തന്നെ 4 നേരം ഇൻസുലിൻ വെച്ചിട്ടാണ് ഫാസ്റ്റിങ്ങിൽ 350 എന്നൊക്കെ പറയുന്നത്. ടൈപ്പ് 2 ടൈപ്പ് 2 എന്നൊക്കെ അറിയാം, പക്ഷെ ഇൻസുലിൻ എടുക്കാനോ അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിക്കാനൊക്കെ മടിയാണ്. ഹോസ്പിറ്റലിൽ പോകാനൊക്കെ മടിയുള്ള ടീമാണ്. ലാസ്റ്റ് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുക. അപ്പോഴത്തേന് HbA1c 12, 13 കടന്ന് പോയിട്ടുണ്ടാവും. എന്തായാലും HbA1c ലെവൽ 12 ആണെന്ന് പറയുന്നതൊക്കെ പുവർ കൺട്രോൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനി പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മെഡിസിൻ എടുത്തോട്ടെ എടുക്കാണ്ടായിക്കോട്ടെ. നിങ്ങൾ ടൈപ്പ് 1 ആയിക്കോട്ടെ, 1.5 ആയിക്കോട്ടെ, ടൈപ്പ് 2 ആയിക്കോട്ടെ, എന്തായാലും തുടക്കത്തിലുള്ള ആ കൺട്രോള് ലോങ് ടേം ക്രോണിക് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് സഹായിക്കും.